ഹായ് സാധന, എന്താ ഇങ്ങനെ കല്ലുപോലെ നിൽക്കുന്നേ? എന്തെങ്കിലും പറ പ്ലീസ്. എന്തെങ്കിലുമൊക്കെ പറയുന്നേ. കുടിക്കല്ലേ ഏട്ടാ, ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറയേ. നീ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഈ വീട്ടിൽ എനിക്ക് എൻ്റെ ഭാര്യയെങ്കിലും ഉണ്ടെന്നൊക്കെ തോന്നിപ്പോകുന്നേ. മൗനവ്രതമാണോ? എന്തെങ്കിലും പറയേ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തോ ഉണ്ട്. എന്താ മോളെ? ഇതെനിക്ക് നിങ്ങളോടുള്ള അപേക്ഷയാണ്. പ്ലീസ്, ഈ കുടിക്കുന്ന ശീലം ഒന്ന് നിർത്തിക്കൂടെ? നമുക്കും എല്ലാരെ പോലെ സന്തോഷമായിട്ട് കഴിയാം. നമ്മളും മറ്റുള്ളവരെ പോലെ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ അതിലൊരു വ്യത്യാസം? നമുക്ക് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ജീവിക്കാം. അപ്പോഴല്ലേ എല്ലാവരും നമ്മളെ ഒന്ന് ശ്രദ്ധിക്കൂ. എൻ്റെ ഈ ജോക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? സോറി, ജോക്സ് അപ്പാർട്ട്. നോക്ക്, എനിക്ക് എല്ലാവരെയും പോലെ ആകാൻ കഴിയില്ല സാധന. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഹെൽപ്ലെസ്. ആളുകൾ എന്നെ കുറിച്ചോ നിങ്ങളെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, അത് ഞാൻ കാര്യമാക്കുന്നില്ല. അതൊന്നും എനിക്ക് കേൾക്കുക വേണ്ട. പക്ഷെ എനിക്ക് നിങ്ങളെ വേണം ഏട്ടാ. നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കണം. എന്റെ പൊന്നടി, നീ ഇത്രയ്ക്ക് സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ എന്തോ ആലോചിച്ച് വെച്ചിട്ടുള്ള വരവായത്. എന്താണെന്ന് പറ. കമോൺ. അതെ, ഞാൻ ഒരാളുടെ അടുത്ത് അന്വേഷിച്ചിരുന്നു. കുട്ടികളില്ലാത്തവർക്ക് നാട്ടുമരുന്ന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാ കുട്ടികൾ ഉണ്ടാവുമെന്നാ പറഞ്ഞത്. പ്ലീസ്, ഒരൊറ്റവട്ടം നമുക്ക് അവരെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. സാധന, അത് വേണ്ട. അതെന്തായിട്ടാ? നോക്കൂ സാധന, നീ ഉണ്ടല്ലോ വളരെ നല്ലവളാ. പക്ഷേ ഞാനാള് ശരിയല്ല. എന്നെ പോലെ ഒരുത്തിന് കുട്ടികളുണ്ടായ ആ കുട്ടികൾ നരകം കാണേണ്ടി വരും. എന്തോ പറയാറുണ്ടല്ലോ, ദൈവം നമുക്ക് രണ്ടുപേർക്കും കുഞ്ഞുങ്ങളെ തന്നില്ല, ഇത് അവന്റെ ഡിസിഷനാണ്. ട്രസ്റ്റ് ഹിം. നിങ്ങൾക്ക് ചിലപ്പോ കുട്ടികളും കുടുംബവും ഒന്നും വേണ്ടായിരിക്കും, പക്ഷെ എനിക്ക് വേണം ഏട്ടാ. എന്നെ അമ്മയെന്ന് വിളിക്കാൻ എനിക്കൊരു കുഞ്ഞിനെ വേണം. എനിക്ക് ആ കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കണം ഏട്ടാ. സാധന, ജീവിതത്തിന്റെ പാതിയും എന്തൊക്കെയോ പ്രശ്നങ്ങളിൽ പെട്ട് കളഞ്ഞു കുളിച്ചവനാ ഞാൻ. ഈ വീട്ടിൽ ഇപ്പൊ നടക്കുന്ന നാടകങ്ങളൊന്നും പോരെ. ഇനി ഒരു കുട്ടിയെ കൂടെ വേണമെന്നാണ് പറയുന്നത്. അനി ഇവിടെയുണ്ട്, സിഹി ഇവിടെയുണ്ട്. അവർ രണ്ടുപേരും നിന്റെ മക്കൾ തന്നെയല്ലേ? എന്താ മോളെ പ്രശ്നം? കുട്ടികളുണ്ടെങ്കിൽ ജീവിത സ്വർഗമോ? കണ്ടില്ലേ നീ എന്റെ അച്ഛനെ? 3 മക്കൾ അയാൾക്കുണ്ടായിട്ടും എന്തായി? മൂത്ത ചേട്ടനങ്ങ് പോയി. അവൻ ആ രണ്ടാമത്തനാണെങ്കിൽ ക്രിക്കറ്റിന്റെ ഭ്രാന്ത്. എന്റെ കാര്യം അറിയാലോ. സി, പാവം നമ്മുടെ സീതയും രാമനും ഉണ്ടായ കുഞ്ഞിനെ നഷ്ടപ്പെട്ട് എന്നിട്ട് വേറെ ഏതൊരു കൊച്ചിനെ കൊണ്ടുവന്ന്. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, വിടെ. നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, പക്ഷെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്നെ അമ്മയെന്ന് വിളിക്കുന്നതിന് എനിക്കൊരു കുഞ്ഞിനെ വേണം. എനിക്ക് വേണമെന്ന് പറഞ്ഞാ വേണം. വേണം വേണമെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടകത്തിൽ മഴ പെയ്യുന്ന പോലെ ഇങ്ങനെ ഉരുണ്ടുകൂടി പെയ്തോളൂ. കുഞ്ഞി പെണ്ണെ, കുറുമ്പി പെണ്ണെ, നീ എന്നെ തേടി വന്നേ. സുബ്ബലക്ഷ്മി, മൈ ഡിയർ സുബ്ബലക്ഷ്മി, വാ, ഇങ്ങോട്ട് വാ. നീ പേടിക്കണ്ട,
ഇങ്ങോട്ട് വാ. നീ എന്നെ വീഴ്ത്താൻ വേണ്ടി ഇറങ്ങിയതാണല്ലേ? ഇപ്പൊ കണ്ടോ നീ എന്റെ വലയില് താനെ ഓടി വന്ന് വീണത്. ഭാർഗവി ആന്റി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ വീട്ടില് ഇത്ര നാള് തിന്നും കുടിച്ചും സുഖമായിട്ട് കഴിഞ്ഞതല്ലേ? നീ ഇത് എത്ര കാലം ചെയ്യും? നിനക്കും ബോറടിച്ചു കാണില്ലേ? അതുകൊണ്ട് നിനക്കും ഒരു രസമായിക്കോട്ടെ എന്ന് വിചാരിച്ച് വിളിച്ചതാ. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ആദ്യം പറ. എനിക്കറിയാം മോളെ, ഞാനൊന്നും ചോദിച്ചാ നീ പറയില്ലെന്നും എനിക്കറിയാം. അതുകൊണ്ട് നിന്റെ വായൊന്ന് തുറപ്പിക്കാൻ ഇങ്ങോട്ട് വിളിച്ച്. ഇപ്പോ എന്റെ മുമ്പിൽ എന്ത് നാടകം വേണമെങ്കിലും നീ കളിച്ചോളൂ. പക്ഷെ സിഹി എവിടെയാണെന്ന് മാത്രം എനിക്കറിയണം. അവൾ എന്റെ മുൻപിലേക്ക് കൊണ്ടുവാ. ഇല്ലെങ്കിലുണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ ഒന്നും മനസ്സിലാവാത്തെ? എത്ര പ്രാവശ്യം പറയണം ഞാനാ സിഹി എന്ന്? അപ്പോ സിഹിയെ കുറിച്ച് നീ ഒന്നും പറയില്ല എന്നർത്ഥം. സിഹി നീയാണെന്നുണ്ടെങ്കിൽ എന്റെ നെറ്റിയിലെറിഞ്ഞ് മുറിവാക്കിയതാരാ? അത് ഞാനാ. ഞാനത് വേണമെന്ന് വെച്ച് ചെയ്തതല്ല. എന്നോട് ക്ഷമിക്കേ. എന്റെ വഴിക്ക് വരുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ നിനക്ക് എവിടെ തൊടുമ്പോഴാണോ പൊള്ളുന്നത് അവിടെ പൊള്ളിക്കും ഞാൻ. സിഹി, എടി സിഹി, നീ ഇവിടെ ഈ ചുറ്റുവട്ടത്ത് എവിടെയുണ്ടെന്നുള്ളത് എനിക്ക് നന്നായി അറിയാം. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് നിന്നെ കാണണം. എന്റെ കൺമുമ്പിൽ നീ പ്രത്യക്ഷപ്പെട്ടിരിക്കണം. നിങ്ങൾ എത്ര വിളിച്ചാലും സിഹിയെ കാണാൻ കഴിയില്ല. അപ്പോ അവളെ നിനക്ക് കാണാൻ കഴിയോ? അവളെ വിളിക്ക്. എന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പറ. ഞാൻ ഉണ്ടെന്നിനും ഭാർഗവി ആന്റി അറിഞ്ഞാലും കുഴപ്പമില്ല. എനിക്ക് അവളെ രക്ഷിക്കണം. നശിച്ച ജീവിതം വേണ്ടത്. ഭർത്താവ് 3 നേരം കുടിച്ചോണ്ടിരുന്നോളും. കുട്ടിയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഷ്ടമാവില്ല. ഞാനൊരു പെണ്ണ, ഒരു അമ്മയാവാൻ എനിക്ക് എത്ര ആഗ്രഹം ഉണ്ടെന്ന് അവർക്ക് ഒരിക്കലും മനസ്സിലാവില്ലേ? എന്താ ഇങ്ങനെ? ഞാൻ ഏട്ടനോട് എന്നാ ചോദിച്ചത്? കോടിക്കണക്കിന് പണം വേണോന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ വലിയ ബംഗ്ലാവ് ചോദിച്ചോ? ഒരേ ഒരു കുഞ്ഞ്, അതല്ലേ? ഈശ്വര, നീയെങ്കിലും എന്നോട് കരുണ കാണിക്കണം. ഈ മരുന്നുകൊണ്ടെങ്കിലും ഒരു കുഞ്ഞിനെ നീ എനിക്ക് തരണം. മേമ എന്തായി കാണിക്കുന്നത്? ഇത് കുടിച്ചിട്ട് എന്ത് ചെയ്യാനാ നിങ്ങളുടെ തീരുമാനം? സീതേ, ഒരുപാട് കഷ്ടപ്പെട്ടാ ഞാൻ ആ നാട്ടുമരുന്ന് കൊണ്ടുവന്നത്. നീ എന്നിട്ട് അതെടുത്ത് ഒഴിച്ചു കളഞ്ഞ എന്തിനാ? ഈ മരുന്ന് നിങ്ങൾ എന്തിനാ കുടിക്കുന്നത് മേമ? മേമ 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 നിങ്ങൾ സമാധാനപ്പെടുക. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയുന്നത്? നിങ്ങൾ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ഓക്കെ, എനിക്കൊരു കുഴപ്പമില്ല സീത. പക്ഷേ മേമ, നിങ്ങൾ വ്യക്തമാക്കി പറ. ഇങ്ങനെയൊക്കെ പറഞ്ഞ എനിക്ക് പേടിയാവും കേട്ടോ. ഞാൻ എന്താ ചെയ്യേണ്ട സീത? എനിക്കൊരു കുഞ്ഞിനെ വേണം. കുഞ്ഞുണ്ടാവാൻ വേണ്ടിയാ ഞാൻ ഈ നാട്ടുമരുന്ന് കുടിക്കാനിരുന്നെ. നീ ആണെങ്കിൽ അതെടുത്ത് ഒഴിച്ചു കളഞ്ഞില്ലേ? സുബി, അവരോട് പറ. അവരെത്രയൊക്കെ വിചാരിച്ചാലും എന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറ. സുബി, നീ പേടിക്കണ്ട. അവരോട് പറ. അവർക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല സുബി. ഞാൻ പറഞ്ഞ പോലെ അവരോട് പറ.
സിഹി പറയുന്നത് നിങ്ങൾക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാ. ഇങ്ങനെയൊക്കെ ചെയ്ത് എന്നെ പേടിപ്പിക്കണ്ട, എന്നെ വിടണമെന്ന്. ആണോ? അങ്ങനെയാണെങ്കിൽ നിനക്കെന്താ സിഹി ഇവിടെ പണി? ചത്തു കഴിഞ്ഞ ചത്തവർക്ക് ഇവിടെ എന്താ പണി? നിങ്ങളുടെ സ്വഭാവം എല്ലാരെയും അറിയിക്കാൻ, അച്ഛന്റെ മുമ്പില് നിങ്ങളുടെ ദുഷ്ടത്താരെയൊക്കെ അറിയിക്കാൻ. അതിനാ ഞാൻ ഇവിടെ നിൽക്കണമെന്ന് പറ സുബി. അവള് നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് അച്ഛനെ കാണിച്ചു കൊടുക്കുമെന്ന്. നിങ്ങള് എത്ര ദുഷ്ടയാണെന്ന് അച്ഛനെ അറിയിക്കാൻ വേണ്ടിയിട്ടാ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അതിനാണത്രേ അവൾ ഇങ്ങോട്ട് വന്നത്. സുബി, ഭാർഗവി ആന്റിയുടെ മുഖം കണ്ടോ? നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. ഇനി അവര് നമ്മുടെ അടുത്ത് കളിക്കാൻ വരില്ല. സീത, കുട്ടികളില്ലാത്തവരുടെ സങ്കടം കുട്ടികളുള്ളവർക്ക് മനസ്സിലാവില്ല സീത. എല്ലാവരെയും പോലെ എനിക്കൊരു അമ്മ ആവണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ കുട്ടി എന്നെ അമ്മയെന്ന് വിളിക്കുന്നത് കേൾക്കാൻ എനിക്കും ആഗ്രഹം ഉണ്ടാവില്ല സീത. പക്ഷെ എനിക്ക് അതിനുള്ള ഭാഗ്യമില്ല സീത. പ്ലീസ് മേമ, അതിനാരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുവോ? ഇത് എന്ത് ഇലയാണോ എന്തോ, എന്തെങ്കിലും സംഭവിച്ചു പോയാലോ? നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ വേണമെങ്കിൽ ഒരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യണം. അത് ചെയ്യാതെ ആരെങ്കിലും തരുന്നതൊക്കെ കഴിക്കാൻ നിന്നാലോ? എല്ലാ രീതിയിലും ശ്രമിച്ചു സീത. ഡോക്ടറും ദൈവവും മന്ത്രവാദവും എല്ലാം നോക്കി ഒരു പ്രയോജനം ഉണ്ടായില്ല. എന്റെ ഭർത്താവാണെങ്കിൽ അദ്ദേഹം ശരിയല്ല, അതുകൊണ്ടാ മക്കൾ ഉണ്ടാവാത്ത നോക്കിയാ പറയുന്നത്. ഞാൻ വേറെ എന്ത് ചെയ്യണം സീത? മേമേ, പ്ലീസ് മേമ, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ പ്ലീസ് നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടല്ലേ മേമ. അല്ല സീത, ഈ അമ്മയാവുന്ന കാര്യത്തിൽ എന്തിനാ എന്നോട് ഇങ്ങനെ ഒരു അനീതി കാണിക്കുന്നതെന്ന് പറ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാനൊരു അമ്മയാവണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? മേമ, ഇതിൽ നിങ്ങളുടെ പ്രശ്നം ഒന്നുമില്ല. നിങ്ങൾ വെറുതെ വിഷമിക്കാതിരിക്കേ. ഒരേ ഒരു സൊല്യൂഷനാ ഉള്ളത്. നമുക്ക് പോയി നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. അപ്പൊ എന്തായാലും ഒരു പരിഹാരം ഉണ്ടാവും. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് ചെയ്യരുത്. എന്തെങ്കിലും സംഭവിച്ചു പോയാലോ? വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വെക്കണോ? ഉണ്ടായിക്കോട്ടെ സീതെ. ഇങ്ങനെ ഓരോ ദിവസവും നരകിച്ച് മരിക്കുന്നതിനേക്കാ ഒറ്റയടിക്ക് അങ്ങ് ചാവുന്നതാ നല്ലത്. മേമ പ്ലീസ് അങ്ങനെയൊന്നും പറയല്ലേ. എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എന്താ പറയണ്ടേ സീതെ? ഭാർഗവി ചേച്ചി എത്രയോ ഡോക്ടേഴ്സിന്റെ അടുത്ത് കൊണ്ടുപോയി ഞങ്ങളെ കാണിച്ചതാ. എല്ലാം വലിയ വലിയ ഡോക്ടർമാരാ. യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ഇനി വേറെ ഡോക്ടറെ കാണാൻ പോയാലും അവരും ഇത് തന്നെ പറയാ. അത് കേട്ട് ഞാൻ വന്ന് സങ്കടം സഹിക്കാതെ ഏതെങ്കിലും മൂലയ്ക്ക് വന്നിരുന്ന് കരയണോ? മേമ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇങ്ങനെ നെഗറ്റീവായിട്ട് ആലോചിക്കില്ലേ മേമ. കുട്ടികളില്ലാത്ത ഒരുപാട് പേർക്ക് മെഡിക്കൽ ഫെസിലിറ്റീസ് ഉപയോഗിച്ച് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മെഡിക്കൽ ഫീൽഡ് ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട് മേമ. നിങ്ങൾക്ക് IVF-നെ കുറിച്ച് അറിയോ? അതെന്താ? മേമ, നാളെ തന്നെ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്ത് നമുക്ക് സംസാരിക്കാം. അവർ നിങ്ങൾക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. എല്ലാം ശരിയായിക്കോളും മേമ. പ്ലീസ് കരയില്ലേ നിങ്ങള്. ഓ, നിന്റെ സിഹി ഇവിടെയുണ്ടോ? ഹേ സിഹി, നിനക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കാനും പറ്റുന്നുണ്ടല്ലോ. കാണുന്നുണ്ടെന്ന് പറ സുബി, കാണുന്നുണ്ടെന്ന്. ഗുഡ്. നേരത്തെ നീ എന്തോ പറഞ്ഞില്ലേ എന്നെ കുറിച്ച്? നിന്റെ അച്ഛന്റെ അടുത്ത് പോയി നീ എല്ലാ കാര്യങ്ങളും പറയൂന്ന്. പോയി പറ. നിന്റെ മരണത്തിന് ഞാനാ കാരണമെന്നും പറ.
ഐ ഡോണ്ട് കെയർ. പക്ഷേ 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 എന്താ ആന്റി? നീ സത്യങ്ങളൊക്കെ നിന്റെ അച്ഛനോട് പറഞ്ഞു കഴിയുമ്പോ നിന്റെ പ്രിയപ്പെട്ട സീതമ്മ ഈ ഭൂമിയിലുണ്ടാവില്ല. അവളെയും കൂടി ഞാൻ നിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കും. കാണണോ? അത് കഴിഞ്ഞ് നിന്റെ രാമച്ചൻ ആരോരുമില്ലാതെ കരഞ്ഞു തീർക്കേണ്ടി വരും അവന്റെ ജന്മം. അതൊക്കെ കണ്ട് എനിക്ക് എൻജോയ് ചെയ്യണം. ഇതൊക്കെ നടക്കുമെന്നാണോ നീ ആലോചിക്കുന്നത്? ഒരു ട്രയൽ നോക്കിയാലോ? തുടങ്ങാം നമുക്ക്. ഇതാണ് നിന്റെ സീതമ്മ. ഇത് ഒരു വലിയ ലോറി. എന്തിനാണെന്നോ? നിനക്ക് ഒരു കുട്ടിക്കാർ, ഒരു കൊച്ചുകുട്ടിയല്ലേ. പക്ഷെ നിന്റെ സീതമ്മ വലിയ പെണ്ണല്ലേ. അതുകൊണ്ട് ഈ വലിയ ലോറി, ഈ ലോറി വെച്ച് എന്ത് ചെയ്യുന്നറിയോ? അതിങ്ങനെ വന്നു 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 വന്ന് നിന്റെ സീതമ്മയെ സിഹി, നീ ഇങ്ങനെ പേടിക്കുന്ന എന്തിനാ? പ്ലീസ് പേടിക്കല്ലേ ആന്റി. സീതമ്മ ഒന്നും ചെയ്യരുത്, അവർ ശരിക്കും പാവാ. നിന്റെ സീതമ്മ വെറും ഒരു പാവം. അവൾക്കൊന്നും സംഭവിക്കരുതെങ്കിൽ എനിക്കൊരു കണ്ടീഷനുണ്ട്. എന്താ അത്? സിഹി, നീ ഇവിടെ ഉണ്ടാവരുത്. നിന്നെ എവിടെ നിന്നും പറഞ്ഞയച്ചതാ. ഈ വീടിനെ കുറിച്ച് ഇനി നീ ആലോചിക്കാൻ പോലും പാടില്ല. അത് മാത്രമല്ല സിഹി, ഈ സുബിക്ക് യാതൊരു വിധത്തിലും നീ ഒരു സപ്പോർട്ടും കൊടുക്കാനും പാടില്ല. ഇതിനൊക്കെ നിനക്ക് സമ്മതമാണെങ്കിൽ നിന്റെ സീതമ്മ നിന്റെ കൂടെ ജീവനോടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ അവളെ ഡയറക്റ്റ് ആയിട്ട് നിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടും. ഓക്കെ ആണോ? ഇല്ല, ഞാനിവിടെ നിൽക്കണം. ഞാനിവിടുന്ന് പോയാ സുബിക്ക് ഒറ്റയ്ക്ക് ഇവിടെ ഒന്നും അറിയാൻ പറ്റില്ല. അതെ, സിഹി ഇവിടെ തന്നെ വേണം. അവളില്ലെങ്കിൽ എനിക്ക് ശരിക്കും ബുദ്ധിമുട്ടാവും. സിഹിയെ ദയവ് ചെയ്ത് പറഞ്ഞയക്കല്ലേ. ഇനി എന്ത് ചെയ്യണമെന്ന് നിനക്ക് ഒരു പിടിയും കിട്ടാതിരിക്കാൻ വേണ്ടിയാ ഞാനിപ്പോ ഇങ്ങനെ ചെയ്യുന്നത്. ഏയ് സിഹി, ഇവളുടെ കാര്യം ഇനി ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. നീ ഇപ്പോ ഈ നിമിഷം ഇവളെ വിട്ട് പോയിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നിന്റെ സീതമ്മ അങ്ങ് പോവും. ദാറ്റ്സ് ഇറ്റ്. ഞാനിവിടുന്ന് പോയാ സീതമ്മയെ നിങ്ങൾ ഒന്നും ചെയ്യില്ലേ? സീതമ്മ ഹാപ്പി ആയിട്ടിരിക്കോ? സത്യം പറ ഭാർഗവി ആന്റി. സിഹി ഇവിടുന്ന് പോയാ നിങ്ങൾ സീതമ്മയെ ബുദ്ധിമുട്ടാക്കില്ല എന്ന് പറഞ്ഞത് സത്യാണോ? നിങ്ങളെ എങ്ങനെ വിശ്വസിക്കാന്നാ സിഹി ചോദിക്കുന്നത്. ഐ പ്രോമിസ്, നിന്റെ സീതമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. പക്ഷേ അവള് പിന്നെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരരുത്. ശരി, ഞാനെന്നാ പോയിക്കോളാം. ഇനി ഇങ്ങോട്ട് വരികയില്ല. സിഹി, നീ പോകുമെന്ന് പറയല്ലേ. നീ എന്റെ കൂടെ തന്നെ വേണം. പ്ലീസ് ഇവിടെ നിന്നൂടെ? നീ എന്നെ തടയല്ലേ സുബി. സിഹി, സിഹി നിൽക്ക്. ഭാർഗവി ആന്റി, വാതിലൊന്ന് ഓപ്പൺ ചെയ്യോ? സിഹി ഇവിടെ ഓടിപ്പോയി, എനിക്ക് തടയണം. അവൾ എങ്ങോട്ടും പോവരുത്, ഇവിടെ നിൽക്കണം. ദയവായി വാതിൽ തുറക്ക്. ഇനി
മുതൽ സിഹി എന്ന് പറഞ്ഞുള്ള നാടകം എന്റെ മുമ്പിൽ വേണ്ട. ഇത്രയൊക്കെ നടന്നിട്ടും ഇനിയും നീ ഈ നാടകം തുടർന്നാ എന്റെ സ്വഭാവം ശരിക്കും നീ നേരിട്ടറിയേണ്ടി വരും. നിന്റെ സീതമ്മയ്ക്കും രാമനും നീ ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. ഇനി നടക്കാൻ പോകുന്നത് ഈ ഭാർഗവി ആന്റിയുടെ നാടകം മാത്രമാണ്.